ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മറ്റൊരു അൽഷസാം വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഐക്കൂൻ്റെ ആൾക്കാർ ദുബായിൽ വന്നിട്ടുണ്ട്. സോ അവർ വിളിച്ച് ടെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ച് ഫോൺ, അതായത് ഒരു ഐക്യു 13 ടെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്ത് ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറേ ക്രിയേറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഐക്യു 13 ഫോൺ കാണാൻ പോവുകയാണ് ഗൈസ്. അതിൽ ബാക്കിൽ ലൈറ്റൊക്കെ കത്തും. സ്നാപ് ഡ്രാഗൺ 8 ലൈറ്റിൻ്റെ ചിപ്സെറ്റാണ്. സൂപ്പർ എക്സൈറ്റഡ്. ദുബായിൽ വെച്ച് തറങ്ങുന്നതുകൊണ്ടായിരുന്നതായിരിക്കും അവർ പെട്ടെന്ന് തന്നെ വിളിച്ചത്. എന്തിനാണെങ്കിലും ഞാൻ പോണടേ, അവിടെ പോയിട്ട് ഫോൺ കാണിച്ചു തരാം കേട്ടാ. അപ്പോൾ നാളെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. നമ്മുടെ ദുബായ് മോട്ടോർ സിറ്റിയിലെ ഓട്ടോഡ്രോമില്ലേ, അവിടെ പോകണുണ്ട്. മിറക്കിൾ ഗാർഡൻസ് പോകണുണ്ട്. പിന്നെ ഏതോ യാട്ടിൽ കയറി പോകണുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ നാളെ എന്തായാലും ഫുൾ പണിയായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ പോയിട്ട് നമ്മുടെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാടെ. അപ്പം അവിടെ വെച്ച് കാണാം. നേരെ എവിടെയെന്നറിയോ, ഹയാത്ത് റീജൻസി ഡയറയിൽ, നമ്മുടെ തമാമിൻ്റെ ഒക്കെ അടുത്ത്. അപ്പോൾ എന്തിനാണെങ്കിലും ക്രിയേറ്റേഴ്സിനെയൊക്കെ കൊണ്ട് അവിടുത്തെ ലോക്കൽ മാർക്കറ്റൊക്കെ കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ദേറ മാർക്കറ്റ് എന്ന് കാണിച്ചു കൊടുക്കാം. ഞെട്ടട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ റൂമിലെത്തിയിരിക്കുകയാണ്. ഹയാത്ത് റീജൻസി ദുബായിലെ റൂമാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് തോന്നുന്നൊരു വൺ ഓഫ് ദ വെരി പഴയ ഹോട്ടലാണ് കേട്ടോ ഇത്. ഒരു ലെജൻഡറി സാധനമാണെന്നാണ് തോന്നുന്നത്. ബിക്കോസ് റൂമിൻ്റെ ഒക്കെ ഒരു ലുക്കും പരിപാടിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു പഴകിയ ലുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ പഴകി ഇൻ ദ സെൻസ് വെൽ മെയിൻറ്റൈൻഡ്. സോറി ഗൈസ്, അതൊന്ന് മാറ്റി പറയണമെന്നുണ്ട്. എന്തായാലും നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ബ്രിഡ്ജ് വ്യൂ, പൊളപ്പം വ്യൂ ഒക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇരുന്ന് ഉലാത്ത ഇവിടെ ഇരുന്ന്. അപ്പോൾ ഇതാണെങ്കിൽ ലഞ്ച് താഴെ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ പോയി കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഐ ജസ്റ്റ് ഹാവ് മൈ ലഞ്ച് ആൻഡ് അതിനുശേഷം നമ്മുടെ പ്രോഡക്റ്റ്സ് നമ്മളെ കൈ കിട്ടുമായിരിക്കും ഗൈസ്. അത് കളർ കിട്ടുമോ, എന്താ വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു. എന്തിനാണെങ്കിലും നോക്കാടെ. നമുക്കപ്പം ഇതാണ് റൂം, ഇത് ബെഡ്, ഇവിടെ ചെറിയൊരു ചുമന്ന കസേര, എനിക്ക് മീറ്റിംഗ് നടത്താനായിട്ടുള്ള ഒരു സെറ്റപ്പ്. കക്കൂസ് നോക്കട്ടെ കേട്ടോ, നല്ല കക്കൂസായിരിക്കും. ദിസ് ഈസ് കക്കൂസ്. വാവ്, നൈസ് കക്കൂസ്. വി ഹാവ് ജഗുസി, അല്ല ടബ്, ക്ലോസറ്റ്, ഇത് നല്ല മിറർ. എന്തായാലും ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ, വിശക്കണം ഗൈസ്. നമ്മുടെ പ്രതാപ് ബ്രോ ഇവിടെ വന്നിട്ടുണ്ട്. പ്രതാപ് ബ്രോ ഞാനും മാത്രമേ ഉള്ളൂ മലയാള ക്രിയേറ്റേഴ്സിൽ നിന്ന്. ഇനി വേറെ ആരെങ്കിലും വരുമോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും പുള്ളി ബുർജ് ഖലീഫ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വെറുതെ അവിടെ പോയി ഒന്ന് നോക്കിയാൽ ബുർജ് ഖലീഫ കാണാം. പക്ഷേ പുള്ളി ചിലപ്പോൾ ഇന്ന് ഡയറക്റ്റ് പോയി കാണും. പുതിയ ഫോണായിട്ട് ഓപ്പോ യൂസ് ചെയ്ത് തുടങ്ങിയ അതിനുണ്ട്. നിങ്ങൾ വിവോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? ഓ, അടിപൊളിയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഞാനും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നൊരു ഫോൺ അതാണ്. അപ്പം നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ താണ്ടെ ഒരു നമ്മുടെ നാട്ടിൽ മറ്റേ സാധനമല്ലേ ഈ പായസത്തിൻ്റെ കൂടെ ഇടുന്ന മറ്റേ വേവിച്ചിട്ട് ഒരു ചെറിയ ചെറിയ ഉണ്ട, ആ സാധനത്തിൻ്റെ ഇതിൽ മാംഗോ വെച്ചിട്ടുള്ളൊരു സാധനം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസായിട്ടുണ്ട്. ഐ അപ്രൂവ്. ലഞ്ച് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എന്തിനാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പ്രോഡക്റ്റിൻ്റെ ബ്രീഫിങ് കയറുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീയാണ്. മൂടുണ്ടെങ്കിൽ ഞാൻ പുറത്തൊന്ന് ഇറങ്ങും. ബിക്കോസ് ഇവരെല്ലാവരും പുതിയ ഗാഡ്ജറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. എന്തിനാണ് അവർക്ക് എന്തെങ്കിലും മനസ്സിൽ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ അത്ര നല്ലതാണല്ലോ. എന്താ ഫ്രെയിം. പ്രതാപ് ബ്രോ, ആ ഫോണൊന്ന് എനിക്ക് കാണിച്ചു തരൂ ഗൈസ്. ഇതാണ് ഐക്യൂൻ്റെ 13. 2 കളറും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇനി കാര്യം ചേട്ടാ, ഉള്ള സെറ്റ് ഫ്രെയിം. ഐഫോണിൻ്റെ ഒരു കാര്യം. അത് പ്രതാപ് ബ്രോയിൻ്റെ ഫോണായിരുന്നു കേട്ടോ. എൻ്റെത് ഇതുവരെയായിട്ട് എൻ്റെ കൈ കിട്ടിയിട്ടില്ല ഗൈസ്. നമ്മളെന്തായാലും ബ്രീഫിങ്ങിന് പോവുകയാണ്. ആൻഡ് വേറൊരു കാര്യം എനിക്ക് പറയണമെന്നുണ്ട് കേട്ടോ. നമ്മുടെ ഐക്യു, ഇത് നമ്മുടെ വിവോൻ്റെ ജനീഷ് ഐക്യൂൻ്റെ ഡയറക്ടറാണ്. ദുബായ് ഏട്ടാ, മിഡിൽ ഈസ്റ്റ് അല്ലേ? മിഡിൽ ഈസ്റ്റ്. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ഐക്യു ദുബായിൽ എവിടെ കിട്ടുമെന്ന്. ദുബായിൽ വന്നിരിക്കുന്നു ഗൈസ്. നൂണിൽ കിട്ടും. UAയിലും സൗദിയിലും അവൈലബിൾ ആണ്. സൗദിയിൽക്കാർക്കും UAക്കാർക്കും സന്തോഷ വാർത്ത. നൂണില്ലേ, നൂൺ, അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം മേടിക്കാൻ പറ്റും. എക്സ്ക്ലൂസീവ് ആണ്. നൂൺ എക്സ്ക്ലൂസീവ് ആണ്. ഓൺലൈൻ വഴിയേ ഉള്ളൂ, ഓഫ്ലൈൻ ഇല്ല. അത് സാഡായിപ്പോയി. എന്തിനാണെങ്കിലും സാധനം വന്നല്ലോ, അത്ര തന്നെ വലിയ സന്തോഷം. എന്തിനാണെങ്കിലും ഞാൻ എൻ്റെ ഫോൺ പോയി ചോദിച്ചു നോക്കാടെ, ഞാൻ അത് തരുമായിരിക്കും നോക്കാം. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫയൊക്കെ കണ്ട് ഞാനും പ്രതാപ് ബ്രോയും വന്നിങ്ങനെ തളർന്നിരിക്കുകയാണ്. പുള്ളിയും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്, ഞാനും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ദുബായിലെ റിവോൾവിംഗ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത് ഗൈസ്. ഈ റെസ്റ്റോറൻറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹയാത്ത് റീജൻസിയുടെ 25ാമത്തെ ഫ്ലോറിലുള്ള റെസ്റ്റോറൻ്റാണ്.
ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം ദുബായ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണാം. അതായത് വ്യൂ കേട്ടോ, അല്ലാതെ വേറെ പരിപാടിയല്ല. എന്തിനാണെങ്കിലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നാളെ രാവിലെ എണീക്കണം. കുറേ പരിപാടികളുണ്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ വ്ളോഗിൽ കാണാം. സോ ഫോർ ദ ടൈം ബി ഗുഡ് നൈറ്റ് ഗൈസ്. നാളെ ഗൈസ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് അനങ്ങണുണ്ടോ? ഇതാണ് റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ്. ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. രസമാണ് കേട്ടോ, നല്ല രസമാണ്. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഗുഡ് മോർണിംഗ് ദുബായ് ആൻഡ് വാട്ട് എ സീനറി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു വിത്ത് സൺറൈസ്. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ചിരിക്കുകയാണ്. ഫോൺ ടെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. പുള്ളി ഐഫോണാണ്, ഐഫോണല്ല ഐക്കോ ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റെഡി. കാർ ഓടിക്കാൻ റെഡിയല്ലേ? പറത്താനായിട്ട് എന്നെ റെഡി. അതെ ഗൈസ്, നമ്മൾ നേരെ പോകുന്നത് ദുബായിലെ ഓട്ടോ ഡ്രോണിലോട്ടാണ്. ഓട്ടോ ഡ്രോം അവിടെ മറ്റേതാണ്, വെറുതെ കാർ എടുക്കുക ഓടിക്കുക. സത്യം പറഞ്ഞാൽ ഭയങ്കര പൈസ ആവുന്നൊരു ഇവൻ്റാണ്. അവർ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ വൈ നോട്ട്. എന്താണെങ്കിലും വിൽ ഗോ. ഞാൻ വണ്ടി ഓടിച്ചില്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കുന്നവരെ കാണിച്ചെങ്കിലും തരാം കേട്ടോ. എവിടെയോ ഒരു ഭയം, കുറേ നാളെ വണ്ടി ഓടിച്ചിട്ട്. അതുമില്ല, ഇത് മറ്റേ BMW എംപവർ ആ കാറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഞാൻ പറയുമ്പോൾ ഇത് കണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തന്നോ. ഇതാണ് ഐക്കു കേട്ടോ, ഐക്കു 13. കൊള്ളാം, അടിപൊളി ഫോൺ, എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇൻഡെപ്റ്റ് റിവ്യൂ വിൽ കം ഓൺ കോൾമിഷസ് ആപ്പ്. അതുവരെ ഇതായിട്ട് മതി, കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് എത്തും, സൂപ്പർ തന്നെ ഗൈസ്. കണ്ടോ, ലൈറ്റ് കിട്ടും ഗൈസ്, ലൈറ്റ്. അപ്പോൾ എന്തിനാണെങ്കിലും നമ്മൾ പോവുകയാണ്. അങ്ങനെ നീണ്ട ഒരു യാത്ര. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ബസ് യാത്രയായിരുന്നു. പെട്ടെന്ന് എത്താനുള്ള സ്ഥലമായിരുന്നു. ബസ്സിലായതുകൊണ്ടാണെന്ന് കുണിങ്ങിയാണ് വന്നത്. എന്തായാലും നമ്മൾ ഓട്ടോ ഡ്രോമിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ BMW കാർ ഓടിക്കാനാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്കൂനെ പവർ ചെയ്തിരിക്കുന്നത് BMW ആണ്. അങ്ങനെയല്ല, അവരെ ഒരു മറ്റേ ലെജൻഡ് എന്ന് പറഞ്ഞ കളറ് BMW കാറിനെ അഗസ്തമാക്കി. ആ ഒരു സാധനമാണ്, ഇൻസ്പയർ ചെയ്തിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഇത് കാണിച്ചിരുന്നുണ്ട് കാർ കണ്ടു നിങ്ങൾ. സേഫ്റ്റി കാറാണ് കേട്ടോ. ബാക്കി കിടക്കുന്ന കാറിലേക്ക് നമ്മളൊക്കെ ഓടിക്കാൻ പോകുന്നത് നമ്മളെ മിനി കൂപ്പർ. യെസ്, ഈ കാറുകളിലാണ് നമ്മളിന്ന് വണ്ടി ഓടിക്കാൻ പോകുന്നത് ഗൈസ്. എന്തരാവോ എന്തോ. എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓടിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഓടിക്കൂല. അത്രേ ഉള്ളൂ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. സോ യാ, let's do this guys. Let's see what will happen. അകത്ത് നോക്കൂ ഗൈസ്. this is nice ഗൈസ്. എല്ലാവരും സൈൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സൈനിങ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ബ്രീഫ് ചെയ്യും എങ്ങനെയാണ് വണ്ടി ഓടിക്കാനുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ അണ്ണൻ വന്നിരിക്കുകയാണ്. ട്രാക്കിനിലെ അരുൺ ബ്രോ ഇസ് ഹിയർ. ആൻഡ് യാ, ലെറ്റ്സ് സീ എന്താവുമെന്ന് നമുക്ക് നോക്കാം. എനിക്ക് അറിഞ്ഞൂടാ, ഓട്ടോമാറ്റിക് കാറായിട്ട് വെറുതെ കാലം കൊടുത്താൽ മതി, അങ്ങ് പോകുമായിരിക്കും. ഓൾസോ ദണ്ട് ഇതൊക്കെയാണ് കേട്ടോ കാർ. ഈ കാറൊക്കെയാണ് നമ്മൾ ഇന്ന് ഓടിക്കാൻ പോകുന്നത് ഗായ്സ്. അപ്പുറത്തെ അതേ കിടക്കണ ഫെറാറി അവിടെ. BMW ഇവിടെ ഉണ്ട്, അപ്പുറത്ത് ഫെറാറി കിടക്കണം കേട്ടോ. അത് പോയി എടുക്കട്ടെ കേട്ടോ. മാൻ, സെക്സി മോനെ, സെക്സി. ജസ്റ്റ് ലുക്ക് അറ്റ് ദീസ് കാർസ്. അടിപൊളി മോനെ. ഇതൊക്കെയാണ് ഓടിക്കേണ്ടത് കേട്ടോ ഇവിടെ. ഇതിനൊക്കെ കുറേ കാശ് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ട്രാക്കിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു സേഫ്റ്റി മെഷേഴ്സൊക്കെ പറഞ്ഞു തരാനായിരിക്കും. എന്താണെങ്കിലും നമുക്ക് നോക്കാറേ ഇല്ലേ. എനിക്ക് തന്നെ അറിഞ്ഞൂടാ കേട്ടോ എന്തിനാണ് സംഭവിക്കാൻ പോകാനെന്ന്. കൊള്ളാം എന്തിനാണെങ്കിൽ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, യെസ്, നമ്മൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ദുബായിലുള്ള ക്രിയേറ്റേഴ്സ് അതാണ്ട് ഇവിടെ ഉണ്ട്. അവർ ആദ്യം ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് ട്രാക്ക് കേട്ടോ. അതാണ്ട് ഈ ബാക്കിൽ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഓരോരോ സ്ഥലത്ത് നിന്നിട്ട് ഷൂ എന്ന് പറഞ്ഞ് പോവും. ആൻഡ് മോളിൽ താണ്ട് ഇവിടെയാണെന്ന് തോന്നുന്നു മറ്റേ ചേട്ട ഇരുന്ന് മറ്റേ കൊടി വീശണത്. എന്തിനാണെങ്കിലും ലെറ്റ്സ് ഡ്രൈവ് ദ വണ്ടി ഗൈസ്. ലെറ്റ്സ് ഡ്രൈവ് ഗൈസ്. ഇതാണ് നമ്മുടെ ഐക്കൂൻ്റെ ബ്രാൻഡിങ് വെച്ചേക്കുന്ന BMW M2 എന്ന് പറയുന്ന കാറ്. ഈ കാറാണ് ഞാൻ ഓടിക്കാൻ പോകുന്നത്. എന്തരാവുമെന്ന് എനിക്കൊരു പിടിയുമില്ല. എന്തിനാണെങ്കിലും കട്ടയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം. വണ്ടികളൊക്കെ ഓണായി, നമ്മളിനി ഡ്രൈവ് ചെയ്യും. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ട്രൈ ചെയ്യാതെ. എന്തായാലും ഇതാണ് ഈ വണ്ടിയാണ് നമ്മളൊന്ന് ഓടിക്കാൻ പോണേ കേട്ടോ. മോനെ ഫെറാറി പറഞ്ഞാ എന്താ സൗണ്ട്.
ഓ ബൈ ദ വേ അടുത്ത ഞാൻ സോറി ഗോവി അടുത്ത ഞാനാണ് ഗൈസ്. എന്തിനാവോ എന്ത് എനിക്ക് അറിഞ്ഞൂടാ. വെറുതെ ഒട്ടിച്ചുകൊണ്ട് നടക്കണ ഒരുത്തനാണ് ഞാൻ. എന്തായാലും അതിൻ്റെ സൈഡിലൊരു ഇൻസ്ട്രക്ടറുണ്ട്, അല്ലാതെ നമുക്ക് വെറുതെ കാർ തരൂല. ലെറ്റ്സ് സീ ഗൈസ്, ലെറ്റ്സ് സീ. എല്ലാവരും പോവേണം കേട്ടോ. 3 കാറ് പോയി. ഇനി നമ്മളെ ആ കാറ് വന്നിട്ടാണെന്ന് അതിൽ കയറിയിട്ടായിരിക്കും നമ്മളും പോകാൻ പോകുന്നത്. എന്തിനാണെങ്കിലും ചെറിയ ടെൻഷനൊന്നും ഇല്ല, ചെറിയൊരു ഭയം ഇല്ലേ? ടെൻഷൻ 200 km/h എന്നൊക്കെയാണ് അവർ പറയണത്. എന്തിനാവോ എന്താ എനിക്കറിയാം, നമുക്കറിയാം. ഞാൻ ഇത്രയും ഫാസ്റ്റ് ഒന്നും വണ്ടി ഓടിക്കാറില്ല, അതുകൊണ്ട് ലെറ്റ്സ് സീ ഗൈസ്. വണ്ടി വന്നിരിക്കുകയാണ്. ഞാൻ കയറി ഒന്ന് ഓടിച്ചിട്ട് വരാം കേട്ടാ, നോക്കാം എന്തിനാവോ. Very tricky to get gently adding power. Okay, add a little bit more. It's all about that Exactly. touch, yes. You see the red cones? Yes. We'll be braking at all the red cones. That's where what tells us to start braking. Okay. Yeah. Stay on the right hand side of the line. Now you see the blue cone. Yes. We'll be braking all the way to that blue cone, and you'll hear me say, "Come off the brake and start turning the car." So don't brake here. Don't brake off the brake. Just turn the car. Get close to this yellow cone here. Turn more. Turn more. Get closer. Okay. And then start adding power nice and smoothly. Add power. More power. More power. Don't be afraid of it. More. Keep turning. More power. Don't be scared of it. More. Stay on the right here. And then red cone is brake. Off the brake. Come off. And then turn the car towards the yellow. Turn more. I want the car to be on the left here. On the power now. Get on the power. Good. Off the power. Just turn. No braking. Back on the power now. Move to the left. Let's go. To the left. More power. Don't be afraid of it. Stay on the left. Brake. Keep braking. Off the brake. Off. Just turn the car. It's a sharp turn, so turn more. Good. And then add power and turn to the left. Add power now. Accelerate. More power. Don't be scared of the throttle. Yeah. Up to the blue cone. Yes. Turn in to the yellow. Turn. More. Stay on the left here. Go. Full power. Go. More power. Good. Stay on the left. Brake gently. Off the brake. Just turn the car. Good. Back on the power and move to the left. Let's go. Full power. All the way down. Move to the left. Full. Go. Full. I'll tell you when to come off. Go. Full power. Keep going. Full power. Keep going. Off the power. Don't break it. Brake. Brake harder. Harder than that. Off. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? എൻജോയ്. എൻ്റെ മദറെ കിണ്ണം കാച്ചി എക്സ്പീരിയൻസ് അടേ. ഇതൊക്കെ എത്ര രൂപയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അജിത്തൊക്കെ നമ്മുടെ സിനിമ പറയാൻ AK ഇല്ലേ, പുള്ളിയൊക്കെ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് മറ്റേ വണ്ടി എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ ഡ്രൈവ് ചെയ്യണ സ്ഥലമാണ് ഈ ഒരു ഓട്ടോഡ്രോം എന്ന് പറയുന്നത്. കിട്ടിലോടെ എൻ്റെ അമ്മ 200 km/h. നല്ല ടേണിങ്ങും കോർണറിങ്ങും. അടിപൊളി. ഫെൽ ലൈക്ക് F1 റേസർ, യു നോ. ഇറ്റ് വാസ് ഗുഡ്. ഗൈസ്, നമുക്ക് അവിടെ റേസ് ചെയ്യാൻ പേടിയാണെങ്കിൽ ഇവിടെ തന്നെ സിമുലേറ്റർ ഉണ്ട്. അതേ സെയിം സർക്യൂട്ടിൻ്റെയാണ്. ഇവിടെ വന്ന് നമുക്ക് വേണമെങ്കിൽ പ്രാക്ടീസും ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ BMW കാറ് 6 ലാപ്പ് ഓട്ടിക്കണമെങ്കിൽ 1500 ദിർഹമാണ്. അതിൽ BMW M8 1800 ദിർഹം. ഫെറാറി ഓടിക്കണമെങ്കിൽ 5000 ദിർഹം. F1 കാർ ഓടിക്കണമെങ്കിൽ 10000 ദിർഹം. ഇതാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ. നമ്മൾ കാശൊന്നും കൊടുക്കാതെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. എന്താണെങ്കിലും കാശ് വെച്ച് ചെയ്യണമെന്നുണ്ടവരും കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ദുബായ് വരികയാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ വണ്ടി ഭ്രാന്തന്മാരാണെങ്കിൽ ഇതൊന്ന് വന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വേറെ ലെവലാണ്, സൂപ്പർ. അപ്പോൾ നമ്മൾ നേരെ മിറക്കിൾ ഗാർഡൻസിലോട്ട് പോകുന്നു ഗൈസ്. ബൈ.